ഏറ്റവും ബഹുമാനമുള്ള സയ്യിദന്മാർ സാധുമാർ ഇവിടെ തോന്നിയിട്ടുള്ള സഹോദരൻ സ്വാലിഹായ സ്വീകരിക്കുമാറാണ്. മഹാന്മാരുടെ അന്തിമക്ഷമം അനുഗ്രഹീതമായ അതുപോലെ തന്നെ ഉത്തമരായ പദ്ധതികളുടെയും അന്തിമക്ഷമം അനുഗ്രഹീതമായ ഈ സ്ഥലത്ത് വെച്ച് നടത്തുന്ന വളരെ മഹത്തായ ബലാര്യാവാദികളാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമാപന ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാന്യനായ ഉസ്താദുകൾ എന്നെ ഫോൺ വിളിച്ച് 10 ദിവസം മുമ്പാണ് ഞാൻ 2-3 മാസം വന്ന് ഗുജറാത്തിൽ വിളിച്ചു. ഇങ്ങനെ ജലാര്യവാസിനെ നടത്തണം, ഇവിടെ പല നിരക്കുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ വിളിച്ചു കൂടിക്കൊണ്ട് അടുത്ത് നിൽക്കലിൽ തന്നെയാണ് ഇപ്പോൾ. അങ്ങനെ നിൽക്കരുത് എന്തെങ്കിലും നിൽക്കണമെന്നല്ല, അവരുടെ നിൽക്കൽ യഥാർത്ഥമായ നിൽക്കൽ, അല്ലാതെ നിൽക്കില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ അങ്ങനെ നിൽക്കരുത് നിരന്തരം ചൊല്ലിയാണ് ഈ പദവിയിലേക്ക് മഹതികളും മഹാന്മാരെ എത്തിച്ചേരാൻ സാധിക്കണം. പരിപൂർണമായി നമ്മൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹത്വം എന്താണ്? നമ്മിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അവർ അള്ളാഹുവിലേക്ക് ലയിച്ചവരായി അവരുടെ മനസ്സും ശരീരവും എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം. അതുകൊണ്ട് അള്ളാഹു ഉയർന്ന പദവി നൽകി. അതുകൊണ്ട് നമ്മൾ എത്തിയത് ഇല്ലേ? 1000-2000 കാട്ടിക്കൊണ്ട് ആളുകൾ വരുന്നു. ഈ മഹാന്മാരെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നോക്കുന്നു, ആടുനേർച്ച നടത്തുന്നു, നടത്തുന്നു, പാർട്ടി നടത്തുന്നു, അവർക്ക് വേണ്ടി അസ്യം. എന്തുകൊണ്ട് 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിശ്വാസ സമൂഹത്തിന്റെ മനസ്സിൽ അവർ കുടികൊള്ളുന്നു എന്നുള്ളത് വിളിക്കുന്നതില്ലെന്ന് പദവിയിലേക്ക് പിന്നീടോ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോകാവസാനം വരെ അവര് ലൗകികവും ഭൗതികവും അത് ആരും എന്ത് തന്നെ മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾക്ക് എന്ത് തന്നെ ശിൽക്കാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു കഴിഞ്ഞാലും ഇതിനൊക്കെ എതിർത്ത് നടന്നാലും അവരെല്ലാം അംഗീകരിക്കുന്ന സത്യമുണ്ട്. ഈ ലോകം അവസാനിക്കുന്നതിനെയും ഇതിന്റെ അവസാനത്തെ ദിവസത്തിലെയും ഈ മഹാന്മാർക്ക് യോഗം സ്മരിച്ചുകൊണ്ടേയിരിക്കാൻ സാധ്യമല്ല. ലോകത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ മഹാന്മാരെ സ്മരിച്ചുകൊണ്ടും അവരുടെ നോട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഈ ലോകം ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. അല്ലാത്തപ്പോൾ അവർ ഈ ലോകം വിസ്മരിച്ചാൽ ലോകമില്ല. അവരുടെ യഥാർത്ഥമായ ന്യായീകരണവും ഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാന്മാരെ സ്മരിച്ചുകൊണ്ട് അവർക്ക് നമ്മുടെ പാർട്ടിഹാസ്യങ്ങളുണ്ട്. അതെല്ലാം ആ മഹാന്മാരുടെ ശ്രദ്ധയും മനസ്സിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. അവരുടെ എല്ലാവരുടെയും ശ്രദ്ധയും മനസ്സിലേക്ക്